സോ നമ്മൾ അക്കൗണ്ട്സിൽ ഇമ്പോർട്ടൻറ്റ് ടേംസിൽ പ്രൊഫോമ ഇൻവോയ്സ്, അക്കൗണ്ട്സിൽ കമ്മീഷൻ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ് ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് എക്സ്പെൻസസും. ഓക്കെ, എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഓർ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്പെൻസസ് വിച്ച് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് ആർ ഓഫ് നോൺ റിക്കറിംഗ് നാച്ചർ and incurred till the good reach the warehouse of consignee may call direct expenses. Okay, ഞാനത് ശ്രദ്ധിക്കാം. എക്സ്പെൻസസ് വിച്ച് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ആർ ഓഫ് നോൺ റിക്കറിങ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് ആർ നോൺ റിക്കറിങ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ലത്, നോൺ റിക്കറിങ് നാച്ചറാണ്. will incur till the goods reach the warehouse of consignee may called direct expenses. അടുത്തൊരു ടേമാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, വാട്ട് ഈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്? എന്താണ് ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെയർഹൗസ് റെൻറ്റ്, സ്റ്റോറേജ് ചാർജസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, സാലറീസ് എക്സെട്ര കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ദ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് ഇവരൊക്കെ. വെയർഹൗസ് റെൻറ്റ്, സ്റ്റോറേജ് ചാർജസ്, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസസ്, സാലറീസ്, ഇതൊക്കെ. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി അറ്റ് ദ ടൈം ഓഫ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. അൺസോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡയറക്റ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഡിസ്റ്റിങ്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ടേമാണ് അഡ്വാൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അഡ്വാൻസിൽ എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ ദ കൺസൈനി ടു കൺസൈനർ ആസ് സെക്യൂരിറ്റി കാൾഡ് ആസ് അഡ്വാൻസ്. എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ എ കൺസൈനി ടു കൺസൈനർ ആസ് സെക്യൂരിറ്റി ആയിട്ട് ഇസ് കാൾഡ് അഡ്വാൻസ്. ഇനി അടുത്തതാണ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ്. വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ്. വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് വിൽ ബി ഡൺ ലൈക്ക് എ closing stock of a trading concern and should be valued at the cost or market price whichever is low, and this stock will be valued at proportionate cost price and proportionate to direct expenses. ശ്രദ്ധിക്കാം, എന്താണ് അഡ്വാൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ് ഈസ് ദ എമൗണ്ട് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബൈ ദ കൺസൈനി ടു കൺസൈനർ ആസ് എ സെക്യൂരിറ്റി കാൾഡ് അഡ്വാൻസ്. ഒരു സെക്യൂരിറ്റി ആയിട്ട് അഡ്വാൻസ് ആയിട്ട് കൺസൈനർക്ക് ഇറ്റ്സ് പെയ്ഡ് ബൈ അഡ്വാൻസ് ബൈ എ കൺസൈനി ടു കൺസൈനർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് ഇറ്റ്സ് പാർട്ട് ഓഫ് സെക്യൂരിറ്റി. അതാണ് വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ്. വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ് എന്താണ്? വാല്യുവേഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ് വിൽ ബി ഡൺ ലൈക്ക് എ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ട്രേഡിംഗ് കൺസേൺ ആൻഡ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ദ cost or market price whichever is low. Okay, valuation of unsold stock will be done like a closing stock of a trading concern. Closing stock of a trading concern and should be valued at a cost or market price. ഏതാണോ കുറവ് അതിനനുസരിച്ചിട്ടാണ്. സ്റ്റോക്ക് വിൽ ബി വാല്യൂഡ് അറ്റ് പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ്. പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് പ്രൈസും ഡയറക്റ്റ് എക്സ്പെൻസ്. വാല്യൂഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ് ഓക്കെ അല്ലേ? പ്രൊപ്പോർഷനേറ്റ് കോസ്റ്റ് പ്രൈസ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വരുന്നത്. ഹിയർ പ്രൊപ്പോർഷനേറ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് മീൻസ് all expenses incurred by the consignor and the expenses of consignee which are incurred by him till the good reach warehouse. ഇതാണ് ഇൻവോയ്സിങ് ഗുഡ് ഹയർ ദാൻ കോസ്റ്റ്. ഇൻവോയ്സിങ് ഗുഡ്സ് ഹയർ ദാൻ കോസ്റ്റ്. ഓക്കെ, under this method goods are charged at the cost plus profit, and pro forma invoice also shows this higher price of such goods. And to know the actual profit at the end of an accounting period, consignment account will be credited with the excess price so charged. So value of the closing stock will also be adjusted to the extent of profit element. And main reason to adopt this policy by consignor is to hide actual profit from consignee. And meaning പറഞ്ഞുതരാം. Valuation of stock at the consignor's warehouse,
it's comparatively easy in this case, and in this case consignor usually direct consignee to sell goods or on invoice price only, and it prevent different sale price to different customers. ഇവിടെ ഇൻവോയ്സിങ് ഗുഡ്സ് ഹയർ ദാൻ കോസ്റ്റ് എന്നതിനകത്ത് അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ ചാർജ്ഡ് അറ്റ് ദ cost plus profit and pro forma invoice are shown in the higher price of such goods. To know actual profit at the end of accounting period, consignment account will be credited with the excess price or charge. Value of the stock will also be adjusted to the extent of profit element, and it includes hide external actual profit from consignee, and valuation of stock at the consignor's warehouse is comparatively easy in this case. And in this case, consignor usually direct consignee to sell goods on invoice price only, and it prevents the different sale price to different customers. Loss of goods. There may be two types of losses are explained below. നോർമൽ ലോസും അബ്നോർമൽ ലോസും വരുന്നുണ്ട്. ലോസിൻ്റെ കേസിൽ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്സ് ഓഫ് ലോസ് ആണ് വരുന്നത്. നോർമൽ ലോസും അബ്നോർമൽ ലോസും ടു ടൈപ്സ് ലോസ് ആണ് വരുന്നത്. നോർമൽ ലോസ് may occur due to inherent characteristics of goods like evaporation, drying up of goods, etc., and it is not separately shown in the consignment account but included in the cost of goods sold and closing stock by inflating the rate per unit. To calculate the value of unsold stock, following formula is used. എന്തൊക്കെയാണെന്ന് value of closing stock, total value of goods and net quality respectively received by consignment into unsold quantity. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള ലോസ് ആണ് വരുന്നത് അല്ലേ, നോർമൽ ലോസ് അബ്നോർമൽ ലോസ്. ഇപ്പോൾ നോർമൽ ലോസ് മേ ഒക്കർ ഡ്യൂ ടു ഇൻഹറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്സ് ലൈക്ക്, അപ്പോൾ അത് ഓൾറെഡി ഇൻഹറൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ആ ഓൾറെഡി അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആ ലോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഓൾറെഡി സംഭവിക്കും എന്ന് ഉറപ്പുള്ള കാരണം കൊണ്ട് സംഭവിക്കുന്ന ലോസുകളാണ്. ഇവാപ്പറേഷൻ, ഡ്രൈയിങ് അപ്പ് ഓഫ് ഗുഡ്സ്, എക്സെട്ര. ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റ്ലി shown in the consignment account but included in the cost of goods sold and closing stock by inflating the rate per unit. To calculate the value of unsold stock, following formula is used. Value of closing stock is equal to total value of goods sent net quality received by consignee into unsold quantity, and value of closing stock is equal to value of closing stock is equal to total value of goods sent net quality received by consignment into unsold quantity. Net quantity received is equal to goods consigned quantity minus normal loss quantity. Net quantity received is equal to goods consigned quantity minus normal loss quantity. Okay, ഇതിനാണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ലോസ്. ഇനി അടുത്താണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നതാണ്. അബ്നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നോർമൽ അല്ല ഇത് അല്ലേ, അതാണ് അതിൻ്റെ ഒരു മീനിങ്. ആൻഡ് അബ്നോർമൽ ലോസ് മേ ഒക്കർ ഡ്യൂ ടു ആൻ ആക്സിഡൻ്റൽ റീസൺ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു റീസൺ മുഖാന്തരമാണ് അത് ഉണ്ടാവുന്നത്. It is not because of the normal reason. Okay, accidental reason ആണ്. It is credited to the consignment account to the calculate actual profitability, and valuation of closing stock is done on the same basis as explained earlier, that is proportionate cost plus proportionate direct expense. അതായത് it is credited to consignment അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു, and to calculate the actual profitability. Valuation of closing stock is done on the same basis as explained earlier, that is proportionate cost plus proportionate direct expense. Abnormal loss and insurance. Okay, if there is an insurance policy in respect of consigned goods, following entries will be passed in the books of consignor. Following entries pass ചെയ്യുന്നു എന്താണ്? in the books of consignor, in the books of consignee. Okay, the book of consignorum consignee ബുക്സിൽ എന്താ ഒന്നാമത്തെ പേയ്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം. If insurance premium is paid by the consignor, then cash will be credited in the books of consignor, and in the books of consignee payment of insurance premium. If insurance premium is paid by the consignor, then cash will be credited, and if consignment account debted to cash or
to consignee account or consignee account. Okay, if insurance premium is paid by the consignee, then consignee account will be credited. At the time of abnormal loss account up to consignment account. Acceptance of claim by insurance company. Insurance company account up to abnormal loss account. On receipt of claim, bank account up to insurance company. Account. In case of loss, profit and loss account up to abnormal loss. Okay, ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ abnormal loss and ഇൻഷുറൻസിൽ if there is an insurance policy in respect of consigned goods, following entries will be passed in the books of consignor. In the books of consignor, payment of insurance premium. If insurance premium is paid by the consignor, then cash will be credited. Or if insurance premium paid by consignee ആണെങ്കിൽ consignee account ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ കോമൺലി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് ടു കൺസൈനി ടു ക്യാഷ് ഓർ ടു കൺസൈനി അങ്ങനെയാണ് വരിക. അറ്റ് ദ ടൈം ഓഫ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് അപ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ആക്സെപ്റ്റൻസ് ഓഫ് ക്ലെയിം ബൈ ഇൻഷുറൻസ് കമ്പനി അക്കൗണ്ട് അപ്റ്റർ ടു അബ്നോർമൽ ലോസ്. On receipt of claim, bank account up to insurance company account. In case of loss, profit and loss account up to abnormal loss. Summary of accounting entries. Accounting entries in the summary. Following accounting entries except for loss will be done in the books of consignor and consignee for transaction related to consignment. In the books of consignor, when goods are sent to consignee. When goods are sent to the consignee, consignment account up to goods sent to consignment account. Expenses incurred by the consignor, consignment account up to cash or bank account, being expenses incurred on consignment. Advance given by consignee, cash account up to consignee account, being advance received from consignee. Expenses incurred by consignee, consignment account up to consignee account, being expenses incurred by consignee. Sale by consignee, consignee account up to consignment account, being expenses incurred by consignee. Commission to consignee, consignment account up to consignee account, being commission on sale due to consignee. Remittance from consignee, cash account up to consignee account, being due amount received from consignee. Entry for profit on consignment, profit and loss account up to consignment account, and being profit earned on consignment. Loss on consignment account up to profit and loss account, being loss incurred on consignment transferred to profit and loss account. ഇത്രയാണ് ബുക്സ് ഓഫ് കൺസൈനറിൽ വരുന്നത്. വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു കൺസൈനി, എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ ദ കൺസൈനർ, അഡ്വാൻസ് ഗിവൺ ബൈ ദ കൺസൈനി, എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ കൺസൈനി, സെയിൽ ബൈ കൺസൈനി, കമ്മീഷൻ ടു കൺസൈനി, റെമിറ്റൻസ് ഫ്രോം കൺസൈനി, എൻട്രീസ് ഫോർ പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ്, ലോസ് ഓൺ കൺസൈൻമെൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഇനി കൺസൈനിയുടെ ബുക്കിൽ, കൺസൈനറാണ് ഇപ്പോൾ കഴിഞ്ഞത്. കൺസൈനിയുടെ ബുക്കിൽ ആദ്യത്തേന് ഗുഡ്സ് സെൻഡ് ടു കൺസൈനി എൻട്രീസ് വേണ്ട, ഇൻക്ലൂഡ് ബൈ എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ കൺസൈനർക്കും വേണ്ട. പക്ഷേ അഡ്വാൻസ് ഗിവൺ ടു കൺസൈനിക്ക് അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ കൺസൈനർ ടു ബാങ്ക് ഓർ ക്യാഷ്, ബീങ് അഡ്വാൻസ് എമൗണ്ട് പെയ്ഡ് ടു കൺസൈനർ. എക്സ്പെൻസസ് ഇൻക്ലൂഡ് ബൈ കൺസൈനി ആണെങ്കിലോ കൺസൈനർ അക്കൗണ്ട് അപ് ടു ബാങ്ക് ഓർ ക്യാഷ്, ബീങ് എക്സ്പെൻസ് ഇൻക്ലൂഡ് ഓൺ ഗുഡ്സ് റിസീവ്ഡ് ഓൺ കൺസൈൻമെൻറ്റ്. സെയിൽ ബൈ കൺസൈനി, ക്യാഷ് അക്കൗണ്ട് അപ് ഡെപ്റ്റർ അക്കൗണ്ട് അപ് ടു കൺസൈനർ, ക്യാഷ് അക്കൗണ്ട് അപ് ഡെപ്റ്റർ അക്കൗണ്ട് അപ് ടു കൺസൈനർ, ബീങ് ഗുഡ്സ് സോൾഡ്. കമ്മീഷൻ കിട്ടുകയാണെങ്കിലോ കമ്മീഷൻ ഓൺ കൺസൈനി, കൺസൈനർ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ, ബീങ് കമ്മീഷൻ ഏൺഡ്. കമ്മീഷൻ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എൻട്രീസും എക്സാമ്പിൾ തന്നല്ലോ. ഈവൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അറൈസ് ചെയ്യുകയാണെങ്കിലും ഈ എൻട്രീസ് വെച്ചിട്ട് നമുക്ക് എഴുതാം സുഖമായിട്ട്. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. കമ്മീഷൻ അക്കൗണ്ട് അപ് ടു ബാങ്ക് ഓർ ക്യാഷ്, ബീങ് ബാലൻസ് ബീങ് കമ്മീഷൻ ഏൺഡ് കൺസൈനർ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ. റെമിറ്റൻസ് ഫ്രം കൺസൈനി ആണെങ്കിൽ കൺസൈനർ അക്കൗണ്ട് അപ് ടു ബാങ്ക് ഓർ ക്യാഷ്, ബീങ് ബാലൻസ് ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ് ടു കൺസൈനർ. ഇനി പ്രോഫിറ്റ് ഓൺ കൺസൈൻമെൻറ്റ് കൺസൈനിക്ക് വരില്ല. അതേപോലെ ലോസ് ഓൺ കൺസൈൻമെൻറ്റും അപ്ലിക്കബിൾ അല്ല. അവർ എന്താണ് സാധനം മേടിക്കുന്നു, സാധനം വിൽക്കുന്നു, അവർക്കൊരു കമ്മീഷൻ കിട്ടുന്നു. ലോസും പ്രോഫിറ്റൊന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല കൺസൈനീനെ. ഓക്കെ, ഇതിൽ കുറച്ച് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റിനകത്ത് ശ്രദ്ധിച്ചോളൂ. ഡിസ്കസ് ദ മീനിങ് ആൻഡ് ഫീച്ചർ ഓഫ് കൺസൈൻമെൻറ്റ്. നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ, ലെസൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മീനിങ്ങും ഫീച്ചർ ഓഫ് കൺസൈൻമെൻറ്റ് പഠിച്ചിരുന്നു. പിന്നെ വൈ കൺസൈൻമെൻറ്റ് ഈസ് നോട്ട് സെയിൽ, എന്തുകൊണ്ടാണ് കൺസൈൻമെൻറ്റ് ഒരു സെയിൽ അല്ലാത്തത്.
നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ ഒരു 4-5 പോയിൻറ്റ്സ്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ടേംസ്. പെർഫോമ, ഇൻവോയ്സ്, കമ്മീഷൻ, അക്കൗണ്ട് സെയിൽ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത്രയാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. അതിനകത്ത് ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ, മീനിങ് ആൻഡ് ഫീച്ചർ ഓഫ് കൺസൈൻമെൻറ്റ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് കൺസൈൻമെൻറ്റ് ഒരു സെയിൽ അല്ലാത്തത്? ഓണർഷിപ്പ്, റിസ്ക്, റിലേഷൻഷിപ്പ്, ഗുഡ്സ് റിട്ടേൺ, അതിൻ്റെ ബേസിലാണ്. ഇമ്പോർട്ടൻറ്റ് ടേംസിൽ പെർഫോമ, ഇൻവോയ്സ്, അക്കൗണ്ട് സെയിൽ, കമ്മീഷൻ എന്താണ്? കമ്മീഷൻ എന്തായാലും ചോദിക്കും, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഇതിലെ കമ്മീഷൻ. ഓവർ റൈഡിങ് കമ്മീഷൻ, ഡെൽക്കറഡറെ കമ്മീഷൻ, സിമ്പിൾ കമ്മീഷനൊക്കെ. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അഡ്വാൻസ്, വാല്യൂഷൻ ഓഫ് അൺസോൾഡ് കൺസൈൻമെൻറ്റ്, ഇൻവോയ്സിങ് ഗുഡ്സ് ആൻഡ് ഹയർ ദാൻ കോസ്റ്റ്, ലോസ് ഓഫ് ഗുഡ്സ്, നോർമൽ ലോസും അബ്നോർമൽ ലോസ് 2 രീതിയിലാണ് വരുന്നത്. ആൻഡ് അതിനകത്ത് വരുന്ന അക്കൗണ്ടിങ് എങ്ങനെയൊക്കെയാണ്, സമ്മറി ഓഫ് അക്കൗണ്ടിങ് എൻട്രീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഐ തിങ്ക് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലായിന്ന്. വേറെ ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കണം. ഇതിൽ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കേസ് കണ്ടോ, ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. പ്ലസ് ഈ ലോസിൻ്റെ കേസ് പറഞ്ഞ സമയത്ത് അബ്നോർമൽ ലോസും നോർമൽ ലോസും ഇക്വേഷൻ ഒന്ന് നോക്കണം, ഇതെന്താണെന്നും പഠിച്ചു വെക്കണം. പിന്നെ നമുക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കമ്മീഷനാണ്. കമ്മീഷൻ എന്നുള്ളൊരു പോർഷൻ പഠിച്ചു വെക്കണം. ക്ലിയർ? പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ, ഇതാണ്. ഓക്കെ, മീനിങ് ആൻഡ് ഫീച്ചർ ഓഫ് കൺസൈൻമെൻറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം, പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ്. വൈ, ഇതൊരു ഡിഫറൻസ് പോലെ 4 പോയിൻറ്റ്സെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ഇതിനകത്ത് വരുന്നത്. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് കൺസൈൻമെൻറ്റ് എന്നുള്ള ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.